തകർന്നവർക്ക് സൗഖ്യവും ബദ്ധന്മാർക്ക് വിടുതലും. പ്രയർ ആൻഡ് പവർ മിനിസ്ട്രീസ് ഒരുക്കുന്ന വേർഡ് ആൻഡ് പവർ എന്ന ഈ ആത്മീക ശുശ്രൂഷയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ദീർഘവർഷങ്ങളായി കർത്താവിന്റെ മഹത്വമേറിയ ശുശ്രൂഷയിൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ വചനപ്രഘോഷണം ചെയ്തു വരുന്ന കർത്തൃദാസൻ ഡോക്ടർ ജോർജ് വർഗീസ് നിങ്ങൾക്കായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ഈ വചന കേൾവി ഏവർക്കും അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ നിമിഷങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം വേർഡ് ഇൻ പവർ എന്ന ഈ ആത്മീയ ശുശ്രൂഷയിൽ കൂടെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ദേശങ്ങളിൽ എത്തിക്കുവാൻ ദൈവം തരുന്ന കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൂരത്തും ചാരത്തും ദൈവത്തിനെ ശ്രദ്ധിക്കാനായി മനസ്സ് വെച്ച് അതിന് കാംക്ഷിച്ച് അത് ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നതോടൊപ്പം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനം എവരെയും അറിയിക്കട്ടെ. നമ്മൾ നാളുകളായി ദൈവവചനം ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. സ്ഥിരമായി ശ്രമിക്കുന്നവരുണ്ട്, വിളിക്കാറുണ്ട്, അനേകരെ പ്രാർത്ഥനയ്ക്കായി വിളിക്കുന്നു. എല്ലാറ്റിനായും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് നിന്റെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമം ആമേൻ അധികം മഹത്വപ്പെടേണ്ടതിന് കർത്താവ് കൃപ തരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അപേക്ഷിക്കുന്നു. പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾക്ക് വിളിച്ചറിയിക്കാം. ദൈവം അതിനാവശ്യമായ വിടുതലുകൾ തരും. എല്ലാം അങ്ങേ മഹത്വത്തിനായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ചിന്ത ദൈവത്തിൻ്റെ ഉള്ളത്തെ പ്രകാശം തന്ന ഒരു വേദവചനം ഒന്നിച്ച് ധ്യാനിക്കുവാനായി താല്പര്യപ്പെടുന്നു. ഒരിക്കൽ കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശു ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ദൈവമേ സ്വർഗ്ഗപിതാവേ, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ സമയഭേദം കൂടാതെ തിരുസന്നിധിയിൽ അടുത്ത് വരാൻ നീയൊക്കെ തരുന്ന എല്ലാ പദവിക്കും പ്രത്യാശയ്ക്കുമായി സ്തോത്രം. പിന്തിരിഞ്ഞ് നോക്കി നന്ദി പറയാൻ ഒത്തിരി ഉണ്ട് കർത്താവേ. ആകയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കട്ടെ. തുടർന്ന് നിൻ്റെ കൃപ വേണം കർത്താവേ. ഈ ദിവസങ്ങൾ, മുന്നോട്ടുള്ള ദിവസങ്ങൾ, ഹല്ലേലൂയ, ആ പുതിയ ദിവസങ്ങളൊക്കെ ഏറ്റവും അനുഗ്രഹമായി തീരാൻ അന്ധകാരവും കൂരിട്ടുള്ള ലോകത്ത് ദൈവങ്ങളുടെ വെളിച്ചെന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി തന്നെ ഞങ്ങളെല്ലാവരെയും കാക്കണം. വിശേഷമായി മണിക്കൂറുകളിൽ ഇത് വിലയേറിയ വചനം അത് എഴുതപ്പെട്ട ആത്മാവിൽ വിളിച്ചു പറയാൻ എളിവനും വരവും കൃപയും തരണേ എന്ന് പ്രാർത്ഥിക്കും. തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ദൈവത്തിനെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവാത്മാവ് വചനത്താൽ സന്ദർശിക്കണം, സ്പർശിക്കണം. ആത്മാവ് ബലപ്പെടുത്തും, വിടുതലായിരിക്കും. എല്ലാ ശിഷ്ടത്തെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. സ്വർഗ്ഗമഹത്വം എടുക്കണമേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അവിടെ ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ നമ്മൾ സ്ഥിരമായി ദൈവവചനം കേൾക്കുകയാണ്. എല്ലാ ബുധനാഴ്ച 2 മണിക്കും ശനിയാഴ്ച രാവിലെ 8 മണിക്ക് നിങ്ങൾ ഈ വചനം വേർഡ് ഇൻ പവർ കേൾക്കുന്നുണ്ടല്ലോ. അത് കേട്ട് അനുഗ്രഹിക്കപ്പെടാൻ ഇടയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിർത്തുന്നു. നാം ഈ ദിവസങ്ങളിലൊക്കെ ഒരു പ്രത്യേക വിഷയം ധ്യാനിച്ചുകൊണ്ടിരിക്കുക. അതായത് വാഴ്ത്തപ്പെട്ട കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പായി തൻ്റെ ശിഷ്യന്മാരുടെ കലങ്ങിയ ഹൃദയത്തിൽ അവരെ ധൈര്യപ്പെടുത്താൻ ചില വാഗ്ദത്വങ്ങൾ കൊടുത്തു. യോഹന്നാൻ 14 ആരംഭം അതാണ്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞു തുടങ്ങി. അപ്പോൾ ഈ അനേക വാഗ്ദത്വങ്ങളാണ് അതിനകത്ത് കൊടുത്തത്. ദ പ്രോമിസസ് ഓഫ് ഗാഡ്. ആ വാഗ്ദത്വങ്ങളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചില വാഗ്ദത്വങ്ങൾ ചിന്തിച്ചു. അതായത് എന്തായാലും നമ്മൾ ചിന്തിച്ചത് ആദ്യം ദൈവത്തിൻ്റെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വാഗ്ദത്വം അല്ലെങ്കിൽ ദൈവിക ഭവനം, ഫാദേഴ്സ് ഹൗസ്. അവിടെ ഒരു ഭവനം ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു വാഗ്ദത്വം ശിഷ്യന്മാർ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങൾ, പിന്നെ ഞാൻ പോയി തിരികെ വരും, സ്ഥലം ഒരുക്കി വരാമെന്ന്. അപ്പോൾ ഇറ്റ്സ് എ പ്രോമിസ് ഓഫ് ദ റിട്ടേൺ ഓഫ് ജീസസ്, യേശു കർത്താവിൻ്റെ മടങ്ങി വരും. അപ്പം ഇങ്ങനെ നമ്മളത് ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. ഇതെല്ലാം കർത്താവ് നൽകിയ വാഗ്ദത്വമാണ്. വാഗ്ദത്വം എന്ന് പറയുമ്പോൾ ഉറയ്ക്കാം. ഇന്ന് അതിനോട് ബന്ധപ്പെട്ട അടുത്ത കർത്താവ് ആ വചനത്തിൽ തന്നെ പറഞ്ഞ ഒരു വേദവചനമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 13-ഉം 14-ഉം വാക്യമാണെന്ന് വായിക്കട്ടെ. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. ഇതൊരു വാഗ്ദത്തമാണ്. എന്താ വാഗ്ദത്തം? ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന്. പ്രാർത്ഥന കേൾക്കുമെന്നൊരു ഒരു വലിയ വാഗ്ദത്തം കർത്താവ് കൊടുത്തു. എന്ന് വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും അപേക്ഷിച്ചാൽ ഞാനത് ചെയ്തോളാം. അതിൻ്റെ പശ്ചാത്തലം എന്നാ? വാട്ട്സ് എ കോണ്ടെക്സ്റ്റ്. കർത്താവ് വിട്ടു പോകുമെന്നുള്ള ആ വിഷയം വന്നപ്പോൾ ശിഷ്യന്മാരെല്ലാം ആകലും ഇനി ആരോട് പറയും? എന്തോ വിഷയം, എവിടെ ഇത് സമർപ്പിക്കും? അസ്വസ്ഥയും ആകലും വ്യാധിയും വേദനയും ഒക്കെ ഉണ്ടല്ലോ. പ്രത്യേകിച്ച് പ്രത്യേക എതിർപ്പുകളുള്ളൊരു കാലഘട്ടം അവിടെ സുവിശേഷത്തെക്കുറിച്ച്. അപ്പോൾ കർത്താവ് അവർക്ക് ധൈര്യം കൊടുക്കുക, നിങ്ങൾ ഭാരപ്പെടണ്ട, നിങ്ങളുടെ ആവശ്യം നിങ്ങൾ പറഞ്ഞാൽ മതി, അന്നേരം അതിന് പരിഹാരം തരും.
എന്നുള്ള നിങ്ങൾക്ക് ഉത്തരം തരും എന്നുള്ള ഒരു വലിയ ഉറപ്പാണ് ദൈവത്തിൻ്റെ മക്കളെ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നതെന്ന് ശ്രദ്ധയോടെ ഓർമ്മിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇവിടുത്തെ പ്രത്യേകത എന്നാ, അന്ന് ഇത് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞൊരു വാഗ്ദത്തമാണെങ്കിൽ ഇന്നും കർത്താവിൻ്റെ വരവ് വരെ ലോകത്തിൽ ജീവിക്കുന്ന സകല വിശുദ്ധന്മാർക്കും വേണ്ടിയുള്ള ഒരു ഉറപ്പാണ്, ഒരു വാഗ്ദത്തം. പ്രാർത്ഥന കേൾക്കും, അല്ലേ? നമ്മളൊക്കെ ഇത് അനുഭവിക്കുന്നവരാ. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. സ്തോത്രം. അതൊരു വലിയ പ്രിവിലേജാണ് കേട്ടോ. പ്രാർത്ഥന എന്ന് പറയാൻ മണ്ഡലത്തിലോട്ട് കടക്കുമ്പോൾ ഒത്തിരി പറയാനുണ്ട്, അത് ഇപ്പം വിശദീകരിക്കാൻ പറ്റത്. എങ്കിലും ഒരു അനുഭവം ഒന്ന് ചിന്തിച്ച് നോക്കിയേ. പ്രാർത്ഥന കേട്ടില്ലേ കർത്താവ്? ഈ ടെലിവിഷൻ പ്രസംഗം കേട്ട് അനേകരെ ഞങ്ങളെ വിളിക്കാറുണ്ട് പ്രാർത്ഥിക്കാൻ. എന്താ? പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവം ഉണ്ടെന്നൊരു അവർക്കൊരു വിശ്വാസമുണ്ടല്ലേ. അവരും പ്രാർത്ഥിക്കുന്നവരാ. പക്ഷെ അവരുടെ പ്രാർത്ഥന കൊണ്ടൊരു പക്ഷെ നടന്നില്ലെങ്കിലും ദൈവ ശുശ്രൂഷയിലായിരിക്കുന്ന ദൈവദാസന്മാരോടൊക്കെ വിളിച്ച് പറഞ്ഞാൽ അവർ പ്രാർത്ഥിക്കുമ്പോൾ മറുപടി കർത്താവ് കൊടുക്കുമെന്നൊരു വിശ്വാസം അത് ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പ്രാർത്ഥന കേൾക്കും എന്നൊരു ഉറപ്പ് ദൈവം നമുക്ക് തന്നിരിക്കും. ഇത് ഇസ് എ വെരി വണ്ടർഫുൾ പ്രിവിലേജ്. അപ്പോൾ ഉന്നതനായ ദൈവം, ആ ദൈവം ആരാ അല്ലേ? ആകാശവും ഭൂമിയും സൃഷ്ടിച്ച വലിയവനായ ദൈവം, നമ്മൾ ഈ ഭൂമിയിലൊരു ചെറിയ മനുഷ്യൻ അല്ലേ? ഇതിൻ്റെ ആ ചെറിയ മുറിയിലിരുന്നുകൊണ്ട് അല്ലെ ഒരു ചെറിയ കൂടാരത്തിലിരുന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുനീരൊഴിക്കുമ്പോൾ കർത്താവ് പ്രാർത്ഥന കേൾക്കുന്നില്ലേ? ഇതൊരു വലിയൊരു ഉറപ്പാണ്. അപ്പം ഞാൻ പ്രാരംഭമായിട്ട് പറയട്ടെ, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ഭാരപ്പെടുന്ന വേദനിക്കുന്നവരോടൊക്കെ പറയട്ടെ, ദൈവം പ്രാർത്ഥന കേൾക്കും കേട്ടോ. നിശ്ചയമായും തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് യഹോവയുടെ കണ്ണ് ഭൂമിയിലൊക്കെ ഊടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രത്യാശ വെച്ച് പ്രാർത്ഥിക്കുന്ന, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന എൻ്റെ മക്കളെ കർത്താവ് അവരുടെ പ്രാർത്ഥന കേൾക്കും. ആ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവം നാമത്തിൽപ്പെട്ടെ. ഇവിടെ ഒരു കാര്യം ചിന്തിക്കണം. ഇവിടെ ചില വ്യവസ്ഥകൾ കർത്താവ് വെച്ചിട്ട് പ്രാർത്ഥന കേൾക്കണമെങ്കിൽ കേട്ടോ. നമ്മുടെ പ്രാർത്ഥന കേട്ട് ദൈവം അതിന് ഉത്തരം, യെസ് ഗോഡ് വാണ്ട്സ് ടു ഹിയർ അവർ പ്രയർ ആൻഡ് ആൻസർ അവർ റിക്വസ്റ്റ്. ദെർ ആർ സർട്ടൻ കണ്ടീഷൻസ്. അത് നമ്മൾ ആ വ്യവസ്ഥകൾ പാലിക്കണം, എങ്കിലേ പ്രാർത്ഥന കേൾക്കത്തും. അതെന്താണെന്നുള്ളത് അതിവേഗത്തിൽ ഓടിച്ച് പറയാം കേട്ടോ. ഒന്നാമത്, വി മസ്റ്റ് പ്രേ ഇൻ ഫെയ്ത്ത്. അതായത് 12-ാം വാക്യം വായിച്ചറിയാം. എന്നെ വിശ്വസിപ്പീൻ. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവന് ചെയ്യും. ദൈവത്തെ വിശ്വസിക്കണം. വിശ്വാസം എന്ന് പറയുന്നത് വലിയൊരു വിഷയം. വിശ്വാസമില്ലാതെ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കത്തില്ല. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ, അബ്രഹാമിൻ്റെ കാലം മുതൽ വിശ്വാസം പ്രത്യേക. പക്ഷേ പുതിയ നിമിത്തി വരുമ്പോൾ മുഴുവൻ എവരിതിങ് റിലേറ്റഡ് ടു ദ ഫെയ്ത്ത്, മുഴുവൻ വിശ്വാസത്തിലാണ് കേട്ടോ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നമ്മൾ വായിക്കുന്നത്, പിതാവ് എന്നിൽ വസിക്കുന്നത് കൊണ്ട് വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്നെ വിശ്വസിപ്പീൻ എന്നാണ് കർത്താവ് പറഞ്ഞത്. ആമേൻ ആമേൻ എന്ന് കർത്താവ് എടുത്തു പറയുന്നു അല്ല, ഇച്ചിരൂടെ ആധികാരികമായിട്ട് പറയാം. എന്താ പറഞ്ഞു? എന്നിൽ വിശ്വസിക്കുന്ന ഞാൻ ചെയ്തതിലും അധികമായി ചെയ്യും. എംപാറ്റിക്കായിട്ട്, ആധികാരികതയോടെ, ശക്തിയോടെ കർത്താവ് പറയുക ദൈവത്തെ വിശ്വസിക്കുന്നത്. ഇതെന്നാ? ദിസ് ഈസ് എ പ്രോമിസ് ഫോർ അസ് ടു ക്ലെയിം. നമുക്ക് അവകാശപ്പെടാൻ പറ്റുന്ന ഒരു വാഗ്ദത്തം. പക്ഷേ ദ ക്ലെയിമിങ് ഓഫ് ദിസ് പ്രോമിസ് ഡിമാൻഡ്സ് ഫെയ്ത്ത്. എന്ന് വെച്ചാൽ ഈ അവകാശം നമ്മൾ പ്രാപിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അവകാശപ്പെടണമെങ്കിൽ നമുക്ക് വിശ്വാസം ഉണ്ടായിരിക്കും. സാധാരണ വിശ്വാസമല്ല കേട്ടോ. മലയാളത്തിൽ പറഞ്ഞ ഉഴപ്പം വിശ്വാസമല്ല, കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള വിശ്വാസമല്ല. ദൈവത്തിനായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം അത് ഉറയ്ക്കാനിടയാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ കർത്താവ് പറഞ്ഞ ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ടെന്ന് പറയുന്നത് കുറച്ചുകൂടെ നമുക്ക് പ്രാഗൽഭ്യം തരിക. എന്താ? പിതാവിൻ്റെ അടുക്കൽ പോകും, നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യും. പിതാവിൻ്റെ സന്നിധി നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യാൻ ഇന്ന് കർത്താവോടെ ഉണ്ട്. അത് നമുക്ക് കുറച്ചുകൂടെ ധൈര്യം തരുന്നൊരു വിഷയം. ഇവിടെ നമ്മൾ സ്തോത്രം ചെയ്യണം. ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ദൈവനാമം മഹത്വപ്പെടും. വളരെ പ്രചോദനം തരുന്നൊരു വാക്കാണ്. അത് കേട്ട് ഉറയ്ക്കുവാൻ ദൈവം നമുക്കിടയാകട്ടെ. നമുക്കറിയാം, പത്രോസിൻ്റെ ഒന്നാമത്തെ പ്രസംഗത്തിൽ 3000 പേര് മാനസാന്തരപ്പെട്ടു.
ദൈവസഭയോട് ചേർന്ന് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി നമ്മൾ വായിക്കുന്ന ആരംഭത്തിൽ അല്ലേ, ഒരു സാധാരണ സംഭവമാണ്. ഇറ്റ് ഈസ് നോട്ട് ആൻ ഈസി ടാസ്ക്, ഇറ്റ്സ് എ വണ്ടർഫുൾ തിങ്. വളരെ അത്ഭുതകരമായ ഒരു വിഷയമാണെന്ന് നമ്മൾ ഓർത്തിരിക്കണം. ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. ഇത് ദൈവത്തിന് വലിയ മഹത്വം വരുത്തി എന്നാണ്. അങ്ങനെ ആയിരിക്കണം പ്രവർത്തനം. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം 13 മുതൽ 16 വരെ വായിക്കുമ്പോഴാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിന് മഹത്വം വരുത്തുന്ന പ്രവൃത്തികൾ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ കൂടെ നമുക്ക് ചെയ്യാൻ കഴിയും. അത് കഴിയണം. കാരണം നമ്മൾ വിളിക്കുമ്പോൾ ഉത്തരം തരുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഇടയാകട്ടെ. ദൈവത്തിൻ്റെ മക്കളെ ഇതൊക്കെ ദൈവത്തിന് സ്തോത്രം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇതൊന്നും വിശ്വാസികളോ അല്ലെ നമ്മളാരും തനിച്ച് ചെയ്യുന്നതല്ല, ചെയ്യാൻ ഒക്കത്തുമില്ല. ആരെ കൊണ്ട് എന്തെങ്കിലും ചെയ്ത് ആരുടെയും കഴിവൊന്നുമല്ല. അതുകൂടെ ഓർത്തോണം. ദൈവത്തിൻ്റെ കരുണയാകട്ടെ. ദൈവം നമ്മളിൽ കൂടെ ചെയ്യുന്നു. ഇറ്റ് ഈസ് ഗോഡ് ഹു വർക്ക്സ് ഇൻ us and through us for him. കർത്താവിന് വേണ്ടി ദൈവം നമ്മിൽ കൂടെ കർത്താവ് പ്രവർത്തിക്കുക. ഇത് ഓർക്കാനിടയാകണം. ദൈവത്തിന് മഹത്വം കൊടുക്കാനും ഇടയാകണം. അല്ലാതെ ഒരിക്കലും സ്വയ ഗ്ലോറിക്ക് ഇടയാകരുതേ എന്നുകൂടെ പ്രത്യേകം ഓർക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. കാരണം ദൈവജനം പറഞ്ഞ ഗോഡ് ഹു വർക്ക്സ് ഇൻ us, ഫിലിപ്പിയ ലേഖനം 2 രേഖപ്പെടുത്തിയിരിക്കുന്നു, അതിൻ്റെ 13. എല്ലാം കർത്താവിനാലല്ലയോ, കർത്താവാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോഴും അത് ഓർത്തോണം. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ലെന്ന് കർത്താവ് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അപ്പം എപ്പോഴും പുട്ട് ജീസസ് ഫസ്റ്റ്. കർത്താവ് ആയിരിക്കണം എല്ലാ മേഖലകളിലും. നിന്നെ നിർത്തിക്കോണം. നീ പരാജയപ്പെടത്തില്ല കേട്ടോ. അവിടെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. ഇവിടെ വേറൊരു കാര്യം കൊണ്ടുണ്ട്. ബോത്ത് ലവ് ആൻഡ് ഒബീഡിയൻസ്, അല്ലെങ്കിൽ ഈ സ്നേഹവും അനുസരണവും, നമ്മുടെ എഫക്റ്റീവ് പ്രയർ, നമ്മുടെ ശക്തമായ പ്രാർത്ഥന, അല്ല പ്രാർത്ഥനയുടെ വിടുതല മറുപടിക്ക് ഇത് രണ്ടും അത്യാവശ്യം. ദൈവത്തിലുള്ള സ്നേഹവും ദൈവത്തിലുള്ള അനുസരണവും, ഇത് രണ്ടും കൂടെ ഒന്നിച്ച് ചേർന്ന് വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവം നമുക്ക് എന്തെങ്കിലും ചെയ്ത് എങ്ങനെയും ജീവിച്ചേച്ചൊന്നും ഓടി വെച്ചും പ്രാർത്ഥിച്ചാലൊന്നും ദൈവം കേൾക്കത്തില്ല. പല പ്രാർത്ഥനയ്ക്കും മറുപടി ലഭിക്കുന്നില്ല. ശാന്തമായി പരിശോധിക്കാം. കാഷ്വലായിട്ടുള്ള പ്രയർ അല്ലെങ്കിൽ കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള പ്രയർ, ഇതൊന്നും ചിലപ്പോൾ നടന്നെന്ന് വരത്തില്ല കേട്ടോ. ദൈവം കരുണയുള്ളവനായതുകൊണ്ട് ചിലപ്പോൾ വിട്ടുവീഴ്ചയൊക്കെ ചെയ്യും. ദാറ്റ്സ് അനദർ തിങ്. അത് വേറെ വിഷയം. അത് ദൈവത്തിൻ്റെ കാര്യപരിപാടിയിലുള്ളത്. പക്ഷേ ഇൻ ജനറൽ മൊത്തത്തിൽ പറഞ്ഞാൽ പരമാർത്ഥതയോടെ ദൈവത്തെ സ്നേഹിച്ച് ദൈവിക വചനത്തിൻ്റെ അനുസരണത്തിൽ പ്രാർത്ഥിക്കണം. അവിടെയാണ് ദൈവം നമ്മെ പ്രസാദിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരു കാര്യം കൂടെ മനസ്സിലാക്കാം. നമ്മൾ കർത്താവിനെ അനുസരിക്കുന്നത് എന്തിനാ? നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാൻ വേണ്ടി മാത്രമല്ല. പിന്നെന്നാ? ബിക്കോസ് വി ലവ് ഹിം. നാം അവനെ സ്നേഹിക്കുന്നത് കൊണ്ടായിരിക്കും. പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുക എന്ന് മാത്രം അതേ ഉള്ളെങ്കിൽ പിള്ളേരുടെ കൂട്ടാ ഇങ്ങോട്ട് കിട്ടണം എപ്പോഴും പിള്ളേർക്കല്ലേ, കുഞ്ഞുങ്ങൾക്ക്. അതല്ല ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. കർത്താവ് തന്നെ പറഞ്ഞു, ദൈവത്തിന് വചനം നമ്മൾ അങ്ങനെ ആയിരിക്കില്ല. ആരംഭകാലങ്ങളിലൊക്കെ അങ്ങനെ ഒരു പക്ഷേ ആത്മീയത്തിൽ കടന്നു വരും. പക്ഷേ വെൻ യു ഗോ ടു ദ സ്പിരിച്വൽ മച്യൂരിറ്റി, ആത്മീയമായി വളരുമ്പോൾ ദൈവസ്നേഹം ഉള്ളിൽ നിറയണം. ദൈവത്തിൻ്റെ സ്നേഹത്താൽ നമ്മുടെ ഉള്ളങ്ങൾ നിറയട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ, വചനങ്ങൾ, കൽപ്പനകളൊക്കെ പ്രമാണിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അതിനെ വിലയുള്ളതായി കാണുക, അതിനെ നിക്ഷേപമായി കാണുക, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതിനെ ഗാർഡ് ചെയ്യുക, അത് പ്രവർത്തിക്കുക. ടു വാല്യൂ ദം, ടു ട്രഷർ ദം, ടു ഗാർഡ് ദം ആൻഡ് ടു ഡു ദം. അങ്ങനെയാകുമ്പോഴാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവം നമ്മുടെ മറുപടി തന്ന് നമ്മളെ സഹായിക്കുന്ന. ദൈവത്തിന് സ്തോത്രം. ഏത് ദിവസം പറയുന്നു, ജോബിൻ്റെ പുസ്തകം 21:12 പറയും, ഹാവ് എസ്റ്റീംഡ് ദ വർക്ക് ഓഫ് ഹിസ് മൗത്ത് മോർ ദാൻ മൈ ഫുഡ്. എന്താ അതിൻ്റെ അർത്ഥം? അവൻ്റെ വായിലെ വചനങ്ങൾ, അല്ലെ വചനങ്ങളെ എൻ്റെ ആഹാരത്തെക്കാൾ വിലയുള്ളതായി ഞാൻ കാണുന്നെന്നാണ് പറയും. ഇങ്ങനൊരു ബന്ധമുണ്ട്. വി റിലേറ്റ് ടു ദ ലോർഡ് ത്രൂ ദ വേർഡ് ഓഫ് ഗോഡ്. കർത്താവുമായി നാം ബന്ധപ്പെടുന്നത് ദൈവവചനത്തിൽ കൂടെ കേട്ടോ. ആ വചനമാണ് നമുക്ക് പ്രമാണം. അതനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മിൽ വെളിപ്പെടും. ദൈവത്തിന് സ്തോത്രം. കർത്താവേ അതിനുള്ള കൃപ തരണേ. നമ്മൾ പ്രാർത്ഥിക്കുമോ? ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ ഫെയ്ത്ത് എന്ന് പറയുന്നതും അതും ദൈവവചനത്തോട് ബന്ധപ്പെട്ട.
റോമാലേഖനം 10:17. Faith comes by hearing and hearing the word of Christ. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. ക്രിസ്തുവിൻ്റെ വചനം, യേശു ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നതുകൊണ്ട് നമുക്ക് വിശ്വാസം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം 7-ാം വാക്യത്തിലും അതോട് ബന്ധപ്പെട്ടു, എൻ്റെ വചനം നിങ്ങൾ എന്നിലും വസിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നൊക്കെ നിങ്ങൾ ഉദ്ധിക്കുന്നത് അപേക്ഷിപ്പീൻ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം വരരുത്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ചെയ്തു തരാം. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ മണിക്കൂറുകളിൽ ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാൻ പ്രിയപ്പെട്ടെ. അപ്പോൾ എന്താ വി ഹാവ് ടു പ്രേ ഇൻ ഫെയ്ത്ത്. ദൈവം നിങ്ങൾ കർത്താവ് പറഞ്ഞ് ഭൂമി 2 പേര് ഐക്യമെത്തിയപ്പെട്ട, അല്ലെങ്കിൽ നിങ്ങൾ ഭൂമി പ്രാർത്ഥിക്കുന്നതിന് മറുപടി തരാമെന്ന് പറഞ്ഞെങ്കിൽ അത് വിശ്വാസത്തോടു കൂടെ ആയിരിക്കണം കേട്ടോ. അപ്പോൾ ഫെയ്ത്ത് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ കർത്തൃ പ്രാർത്ഥന അല്ലെങ്കിൽ ലോർഡ്സ് പ്രേയർ എന്ന് പറയുന്ന എന്താ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്, നിന്റെ നാമം മഹത്വീകരിക്കപ്പെടും. ദൈവത്തിൻ്റെ നാമമാണ് ഓരോന്നും കൂടെ മഹത്വപ്പെടുന്നത്. ഇറ്റ് ഈസ് നോട്ട് അവർ വിൽ ഡൺ ഇൻ എർത്ത് or rather done in heaven. അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടം സ്വർഗത്തിൽ നടത്താനല്ല പ്രാർത്ഥിക്കേണ്ടത്. വി വാണ്ട് ടു പ്രേ ദാറ്റ് ഗോഡ്സ് വിൽ ഡു ഡൺ ഇൻ ഹിയർ. ദൈവത്തിൻ്റെ ഹിതം നമ്മിൽ കൂടി ഈ ഭൂമിയിൽ വെളിപ്പെടണം. അതിനായി നമ്മൾ പ്രാർത്ഥിക്കും. അതായിരിക്കണം നമ്മുടെ താല്പര്യം. ദൈവത്തിന് സ്തോത്രം. ദൈവഹിതം നിവർത്തിക്കപ്പെടാൻ ഇടയാകട്ടെ. ദൈവത്തിന് സ്തോത്രം. അട്ടെ, രണ്ടാമത്തെ കണ്ടീഷൻ എന്നാ വ്യവസ്ഥ? രണ്ടാമത്തെ കണ്ടീഷൻ, വി മസ്റ്റ് പ്രേ ഇൻ ക്രൈസ്റ്റ് നെയിം. എൻ്റെ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഇത് ചിന്താക്കുഴപ്പം ഉണ്ടാകും ചിലർക്ക്. എന്താ അറിയാം, എങ്ങനെയും ഓടി വന്നിട്ടൊന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ വിടുതൽ കിട്ടുമോ? അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? Don't think that's a magic formula that automatically comes and help you. എങ്ങനെയും വന്ന് ജോഡി വന്ന് ഒരു മാജിക് കാണിക്കുന്ന പോലെ യേശുവിൻ്റെ നാമം പറഞ്ഞാലൊന്നും പരിപാടി നടക്കുകയില്ല കേട്ടോ. അതെപ്പോഴും ഓർത്തോണം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പ്രാർത്ഥനയും മറുപടി കിട്ടുന്ന അങ്ങനെ ഒരു ഗ്യാരണ്ടിയും കർത്താവ് കൊടുത്തിട്ടില്ല. ഇതുകൂടെ ഓർത്തോണം. പിന്നെ എങ്ങനെയാ? യേശു കർത്താവിൻ്റെ നാമത്തിൽ ചോദിക്കുക എന്ന് പറയുമ്പോൾ എപ്പോഴും കർത്താവിനെ പ്രസാദിപ്പിക്കുന്നത്, വാട്ട് ഷുഡ് പ്ലീസ് ഹിം, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് എങ്ങനെ? ആ മേഖലയിൽ പ്രാർത്ഥിക്കും. അല്ലെങ്കിൽ ഈ പ്രവൃത്തി നമുക്ക് ദൈവം ചെയ്തു തരുമ്പോൾ ദൈവനാമം മഹത്വപ്പെടുമോ? ഇതാണ് ഓർക്കേണ്ടത്. യാക്കോബിൻ്റെ ലേഖനത്തിൽ അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ ഭോഗങ്ങളിൽ ചിലവിടേണ്ടതിന് വല്ലാതെ യാചിക്കുന്ന നിമിത്തം ഒന്നും കിട്ടുന്നില്ല. നമുക്ക് എല്ലാവർക്കും നമ്മുടെ ആവശ്യം നടക്കണം. അതാണോ? ആവശ്യം നടക്കുമ്പോൾ ദൈവനാമം മഹത്വപ്പെടണ്ടേ? ദീർഘനാളുകളായി രോഗത്തിൽ കിടക്കുന്ന ഒരു രോഗിക്ക് ദൈവം സൗഖ്യം കൊടുക്കും. അവൻ കർത്താവിനെ കുറിച്ച് പറയാൻ കടപ്പെട്ടവനല്ലേ? അല്ലെ പിന്നെ എന്താ? അതുകൊണ്ട് ദൈവനാമം എങ്ങനെ മഹത്വപ്പെടും? ഓരോരുത്തരും ചിന്തിക്കണം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളും, നിന്റെ കുഞ്ഞിൻ്റെ കല്യാണം നടക്കുമ്പോൾ, മക്കളില്ല അഞ്ഞൂറ് കുഞ്ഞിനെ കിട്ടുമ്പോൾ, നെവറിയേറിയ അനേക നാൾ റെന്റ് വീട്ടിൽ താമസിച്ച്, വാടക വീട്ടിൽ താമസിച്ച് ഒരു വീട് ദൈവം തരുമ്പോൾ നന്ദി കർത്താവേ, ഹല്ലേലൂയ, നിറഞ്ഞ ഹൃദയത്തോടെ ദൈവജനത്തെ കൂട്ടി വരുത്തി എൻ്റെ ദൈവമായി ഇത് തന്നേന്നൊന്ന് പറയാൻ മനസ്സുണ്ടോ? ഇവിടെയാ ദൈവം പ്രസാദിക്കും. നമുക്കാർക്കും സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല പ്രിയപ്പെട്ടവർ. ഓർത്തോണേ, സ്നേഹത്തോടെ പറയട്ടെ, ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. അതിവേറെ ഞാൻ മുന്നോട്ട് പോകട്ടെ. ദൈവത്തെ അപ്പം എന്തോ ദൈവത്തിൻ്റെ നാമം എന്ന് പറയുമ്പോൾ എന്താ അത് ചെയ്തത്? അപ്പോൾ ദൈവത്തിൻ്റെ നാമം അത് കർത്താവിൻ്റെ ഹിതം, അല്ലെങ്കിൽ ദൈവനാമം മഹത്വപ്പെടുന്നുണ്ട്. ഒന്ന് യോഹന്നാൻ 14-15 വാക്യങ്ങളിലാണ് അത് രേഖപ്പെടുത്തി. വായിക്കാൻ സമയമില്ല. അതുകൊണ്ട് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ സ്തോത്രം. നമ്മൾ ആരംഭത്തിൽ ഓർമ്മിച്ചപ്പോൾ കർത്താവ് തന്നെ ശിഷ്യന്മാർക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തുവാൻ, പ്രവർത്തിക്കാനുള്ള അനുവാദവും ഒക്കെ കൊടുത്തതായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലേ? അവിടെയെല്ലാം ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുക. ഇതെപ്പോഴും ഓർക്കും. ഒരു ചെറിയ കാര്യമാണ് തരും. ഞാനത് ചെയ്തു അല്ലെ എന്നെ കൊണ്ട് നടന്നു, ഞാൻ പ്രാർത്ഥിച്ചു. നോ, അത് മാർക്കറ്റിങ്ങിനല്ല. ദൈവനാമം മഹത്വപ്പെടണം. നന്ദി കർത്താവ് എന്ന് പറയാനിടയാകട്ടെ. ദൈവത്തിന് സ്തോത്രം. അപ്പം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വളരെ പ്രധാനമുള്ള ഒരു വിഷയമാണത്. അപ്പോൾ 3-ാം അധ്യായത്തിൽ നമുക്കറിയാം, ഒരു മുടന്തനായ ഒരു മനുഷ്യൻ അല്ലേ, അവിടെ സുന്ദരഗോപുര വടിവാതൊക്കെ വന്നിരുന്നു. അവിടെ വരുന്നവരോട് ഭിക്ഷ യാചിക്കുക പരിപാടി. അനേകർ വരുന്നവർ വല്ലതും തരണേ എന്ന് പറയും.
നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ 10 പൈസ, അന്നത്തെ കാശ് അവരുടെ വേറെ. അങ്ങനെ ഇപ്പോൾ 2 പേര് വന്നു, കർത്താവ് ശിഷ്യന്മാരാ. ആരാണെന്നോ അതിനറിയാമോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞു ഞാൻ വല്ലതും കിട്ടുമെന്ന് വിചാരിച്ച് അവർ ചോദിച്ചെന്നാ. അപ്പം പത്രോസ് യോഹന്നാനും എന്തോ പറഞ്ഞു, നൈദർ സിൽവർ നോർ ഗോൾഡ്, പൊന്നും വെള്ളിയും എനിക്കില്ല, ഞങ്ങൾക്കില്ല, എനിക്കുള്ളൂ നിനക്ക് വരുന്നു. റൈസ് ഇൻ ദ നെയിം ഓഫ് ദ ലോർഡ് ജീസസ്. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കായിരുന്നു. മുടന്തൻ തുള്ളിയും ചാടിയും ഒക്കെ എഴുന്നേറ്റു എന്ന് നമുക്കറിയാം. ദേവാലയത്തിലേക്ക് ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. ദൈവനാമത്തെ യേശുവിൻ്റെ നാമത്തിൻ്റെ അധികാരം അവർക്ക് അവിശ്വാസത്തിൽ അവർ പ്രാർത്ഥിക്കുമെന്ന്. ആ നാമത്തിൻ്റെ ശക്തിയാ അവിടെ വ്യാപിക്കുന്നു. ഗോഡ്സ് നെയിം ഹാസ്, കാരണം കർത്താവും സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എങ്ങനെ നൽകപ്പെട്ടിരിക്കുന്നു. അത് നമ്മിൽ കൂടെ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ദൈവീയ ശക്തിയുടെ വിശ്വാസം, കർത്താവിലുള്ള സ്നേഹം നിറഞ്ഞിരിക്കും, നമ്മെ കൊണ്ട് നടക്കും. അപ്പോഴത് പ്രവർത്തിക്കും. അല്ലെങ്കിൽ മെക്കാനിക്കലായിട്ട് നടക്കത്തില്ല. ദൈവത്തിന് ഈ അത്ഭുതം നടന്നു കഴിഞ്ഞപ്പോൾ ജനമെല്ലാം കൂടെ അവരുടെ ചുറ്റും വന്നു കൂടിയെന്നല്ലേ, അതല്ലേ നമ്മൾ വായിക്കുന്നല്ലേ. അന്നൊരു പത്രോസ് പറഞ്ഞു ഇവര് ദേവന്മാരാന്നും പറഞ്ഞൊക്കെ പോയി, ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടൊന്നും അല്ല ഇത് ചെയ്തത്, പിന്നെ യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ വിശ്വാസത്താൽ അവന്റെ നാമം തന്നെ ഇവൻ ബലം പ്രാപിപ്പാൻ ഇടയാക്കിയെന്ന് പത്രോസ് അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ ആവർത്തിച്ച് പറയുക. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് മാത്രമല്ല കർത്താവ് ഉടനെ പത്രോസ് പറഞ്ഞു, അപ്പോസ്തലപ്രവൃത്തി 3:10, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് അല്ലേ മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ എന്നവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പത്രോസ് അവരോട് പറയുക. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുക. ഈ മണിക്കൂറുകൾ ചോദിക്കട്ടെ, ദ നെയിം ഓഫ് ജീസസ്, അതിന് അധികാരമുണ്ട്, ശക്തിയുണ്ട്. നമ്മിക്കൂടെ ആ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ നാമം ഉപയോഗിക്കാൻ നിനക്കൊരു വിൽ പവറും ഒരു ഉറപ്പും ഉണ്ടെങ്കിൽ, ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിന്നെ കൊണ്ട് ദൈവം സഹായിക്കും കേട്ടോ. ഭവനത്തിലെ വിഷയം പ്രാർത്ഥിച്ച് നോക്കിക്കേ, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ. ആട്ടെ, സമയം പോകുന്നല്ലോ. ഒരു കാര്യം കൂടെ ഉണ്ട്. അപ്പോസ്തലപ്രവൃത്തി 16 യേശുവിൻ്റെ നാമത്തിൽ ഉള്ള വലിയൊരു അത്ഭുതം നടന്നു. പൗലോസും ശീലാസും പ്രസംഗിച്ച് നടന്നു പോയപ്പോൾ ഒരു സ്ത്രീ വന്നു, ഓ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ രക്ഷാമാർഗം അറിയിക്കുന്നു പറഞ്ഞ് പറയും ഭൂതം ബാധിച്ചൊരു സ്ത്രീ. അപ്പൊ ഇത് കേട്ടപ്പോൾ പൗലോസ് ഒന്ന് സന്തോഷിക്കണേ അല്ലേ. എടാ, ഭൂതം പോലും നമ്മളെ അംഗീകരിക്കുന്നില്ല. നോ 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 നോ, God doesn't want such progress and promotion for his work. ഭൂതത്തിന്റെ സപ്പോർട്ടും പ്രൊമോഷനും ഒന്നും അംഗീകാരവും ഒന്നും ദൈവത്തിന് വേണ്ട വേല ചെയ്യാൻ കേട്ടോ. അതെപ്പോഴും ഓർത്തോണം. ഇന്നത്തെ കാലത്ത് ആര് പറഞ്ഞാലും അത് കേട്ട് പൊങ്ങുന്നവരാ നല്ല കൂട്ടം, അങ്ങോട്ട് കിടക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അവനെ ശാസിച്ചവളെ ഭൂതത്തെ വിട്ടുപോകാൻ പഠിപ്പിച്ചു. യേശുവിൻ്റെ നാമത്തിൽ അവളെ വിട്ടുപോകാൻ, അവൾ സൗഖ്യമായി. തുടർന്ന് സംഭവിച്ചൊക്കെ അറിയാമല്ലോ. അതിൻ്റെ പേരിൽ കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വന്നു പൗലോസിനും ശീലാസും. സാരമില്ല. Regardless of the consequence, when you stretch your hands in the name of the Lord, ഇതിൻ്റെ പ്രത്യാഘാതം എന്തുമായിക്കൊള്ളട്ടെ, യേശു ക്രിസ്തുവിനെ നാം മഹത്വപ്പെടണമെന്ന് വിചാരിച്ചു നീ പ്രവർത്തിക്കുമ്പോൾ ദൈവം നിന്നെ കൂടെ അത്ഭുതം പ്രവർത്തിക്കും, നമ്മെ കൂടെ ചെയ്യും. യേശുവിൻ്റെ നാമം. ഹല്ലേലൂയ. ഈ മണിക്കൂറുകളിൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ദൈവവചനം കേൾക്കുന്നവരെ, നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങളുടെ മുഖത്ത് ബന്ധനങ്ങളോ കഷ്ടങ്ങളോ പ്രോബ്ലം എന്തുമായിക്കൊള്ളട്ടെ, ദൈവാത്മാവിൽ നിറയപ്പെട്ടവനായി ദൈവവചനത്തിന് അധികാരത്തിൽ കർത്താവിനെ സ്നേഹിച്ചു നീ ജീവിച്ചാൽ യേശുവിൻ്റെ നാമം നിന്നെ കൂടെ മഹത്വപ്പെടും. അതിനിടയാകട്ടെ. പ്രാർത്ഥിക്കുമോ? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിലേക്ക് സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. പക്ഷെ അവൻ കഷ്ടത്തിലായെങ്കിലും ഒരു കാര്യമുണ്ട്. കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വന്നെങ്കിലും ദൈവത്തിൻ്റെ പ്രവൃത്തിയുണ്ടോ? നമ്മൾ നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ ആരംഭിച്ചൊരു ദുഃഖമാണേലും ദൈവം ബാക്കി ചെയ്യും. കാരാഗ്രഹ പ്രമാണി വരെ രക്ഷയിലേക്ക് കടന്നു വരാൻ, യജമാനന്മാരെ രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? ഫിലിപ്പിയിലെ ജയിലിനുള്ളിൽ മുഴങ്ങി കേൾക്കുന്ന ഒരു ശബ്ദം, What shall I do to be saved? അന്ന് കാരാഗ്രഹമാണ് ഒരു ശബ്ദം. ഇന്ന് ലോകത്തെമ്പാടും മുഴങ്ങി കേൾക്കുന്ന ഒരു ശബ്ദമല്ലേ പ്രിയരെ? ആര് രക്ഷിക്കും? യേശുവിൻ്റെ നാമം. ഹല്ലേലൂയ. വിശ്വാസത്തോടെ സ്തോത്രം ചെയ്ത് ഞാൻ പ്രാർത്ഥിക്കും. ആധികാരികതയോട് പറയുക കേട്ടോ. യേശുവിൻ്റെ നാമം നിന്നെ വിടുവിക്കും, നിന്റെ കുഞ്ഞുങ്ങളെ വിടുവിക്കും, നിന്റെ ഭവനത്തെ വിടുവിക്കും. അധികാരത്തോടെ പ്രാർത്ഥിക്കാൻ, അഭിഷേകത്തിൻ്റെ ശക്തിയിൽ നിൽക്കാൻ, ദൈവസ്നേഹത്താൽ നിറയപ്പെട്ട കർത്താവിൻ്റെ മഹത്വമുള്ള നാമത്തിന് ആ വലിയ നാമം മഹത്വപ്പെടാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും. നിന്നിൽ കൂടെ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. പ്രാർത്ഥിക്കുമോ? അങ്ങനെ പ്രാർത്ഥിക്കാൻ കർത്താവേ ഞാൻ കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കും.
നമ്മൾ പാടാറ് യേശുനാമം അതിശയനാമം, എല്ലാ നാമത്തിനും മേലായ നാമം, ഭൂതബാധിതർക്കും കുരുടർക്കും കുഷ്ഠരോഗികൾക്കൊക്കെ സൗഖ്യം കൊടുക്കുന്ന നാമം അല്ലേ, വിടുതലെ നൽകുന്ന നാമം. ഇതുപോലൊരു നാമമുണ്ടോ? ആ ഉന്നതമായ നാമത്തിൻ്റെ അധികാരത്തിൽ പ്രാർത്ഥിക്കാൻ കർത്താവേ ഈ മണിക്കൂറുകളിൽ ഞങ്ങളെ സഹായം. ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നീയാ. ഞങ്ങൾക്കൂടെ നിന്നെ നാമമഹത്വം, നിന്റെ സ്നേഹത്താൽ ഞങ്ങളുടെ ഉള്ളം നിറയ്ക്കണം. ഞങ്ങളെ കൊണ്ട് നീ പ്രയോജനപ്പെടുത്തണം. ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടല്ലോ ഞങ്ങൾ നിന്നിലായിരിക്കുമ്പോൾ. ഹല്ലേലൂയ. ഞങ്ങളെ കൊണ്ട് ദൈവനാമം മഹത്വപ്പെടാൻ ഈ മണിക്കൂറുകളിൽ കർത്താവെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ നിന്റെ വിഷയങ്ങൾക്കും ദൈവം മറുപടി തരും. കർത്താവ് ശിഷ്യന്മാർക്ക് കൊടുത്ത വാഗ്ദത്തമാണ്, നിങ്ങൾ എൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരും. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവത്തിൻ്റെ വാഗ്ദത്തം, ശിഷ്യന്മാർക്ക് കൊടുത്ത വാഗ്ദത്തം നമുക്കെല്ലാവർക്കും ഉള്ളതാ. വിശ്വാസത്താൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമോ? ആ പ്രാഗൽഭ്യമുണ്ടോ? എത്ര പേർക്കുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ദൈവത്തോട് പറയണം, കർത്താവേ എൻ്റെ കുറവ് തീർത്ത് എന്നെയും നിൻ്റെ പൈതലാക്കി തീർക്കണം. അപ്പം നിനക്കും പ്രാർത്ഥിക്കാം. എത്ര പേര് പ്രാർത്ഥിക്കും? കടകളടയ്ക്കാം, തലകളെ വണക്കാം. നിത്യനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ ഈ മണിക്കൂറുകളിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച ശിഷ്യന്മാർക്ക് നീ കൊടുത്ത വാഗ്ദത്തം. ഹല്ലേലൂയ. നിങ്ങൾ എൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നതൊക്കെയും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുമെന്ന് കൽപ്പിച്ച കർത്താവേ, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നീ ഞങ്ങളെ നടത്തിയല്ലോ. അത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൻ്റെ അധികാരത്തിൽ നിന്നെ സ്നേഹിച്ച്, ഹല്ലേലൂയ, നിന്റെ സ്നേഹത്താൽ ഞങ്ങളുടെ ഉള്ളങ്ങൾ നിറഞ്ഞതിനെ അനുസരിച്ച് നിന്റെ വചനങ്ങളെ പ്രമാണിച്ച് ജീവിപ്പാൻ എല്ലാം നിന്റെ മക്കൾക്കും കൃപ കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കും. വചനം കേട്ടവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ പരിവർത്തിക്കണം. വേദനയിലും കഷ്ടത്തിലും സങ്കടത്തിലുമായിരിക്കുന്നവരെയൊക്കെ വിടുവിക്കണം. വിവിധ വിഷയങ്ങളിൽ ഭാരപ്പെടുന്നവർക്ക് ദൈവത്തിൻ്റെ വിടുതലിൻ്റെ കരം നീട്ടി നാമം മഹത്വപ്പെടണം. പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ഉറക്കട്ട് കർത്താവേ, അവരിൽ കൂടെ ദൈവനാമം മഹത്വപ്പെടണമേ. എല്ലാം അങ്ങ് മഹത്വത്തിനായി തീരണമേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. God bless you. ഈ വചനങ്ങൾ നിങ്ങൾക്കേവർക്കും അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ ശുശ്രൂഷയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അതോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും കൗൺസിലിംഗ് ആവശ്യങ്ങൾക്കുമായി സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പർ, ഇമെയിൽ ID എന്നിവയിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. God bless you.